തൃശൂർ പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്തൊരു ആനയുണ്ട്. കളവിച്ചിരാട്ടിൽ ദേവിദാസൻ എന്നാണ് പേര്. 8.5 അടി പൊക്കം, 10 അടി നീളം. ദേവിദാസന്റെ അടുത്ത് പക്ഷേ നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. നെറ്റിപ്പട്ടമൊക്കെ കെട്ടി തുമ്പിക്കൈയും ചെവിയും ഒക്കെ ആട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ നിന്ന് സെൽഫിയും എടുക്കാം. പെരിഞ്ഞനം സ്വദേശി കളവിച്ചിരാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീല്, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് 1 വർഷത്തോളം എടുത്ത മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. സ്കൂൾ കാലഘട്ടം മുതൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മധു വിദ്യാർത്ഥികൾക്ക് എക്സിബിഷനും മറ്റും ആവശ്യമായ നിർമ്മിതികൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഫൈബർ ഉപയോഗിച്ച് ചെറിയ ആനകളെ നിർമ്മിച്ച ആത്മവിശ്വാസത്തിൽ നിന്നാണ് വലിയ ആനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മധു എത്തിയത്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതുണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ചില 1 കൊല്ലവും 28 ദിവസം പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ 1/2 മണിക്കൂർ 1 മണിക്കൂർ, ചിലപ്പോൾ 1/2 ദിവസം, അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മെറ്റീരിയൽ സ്റ്റീലാണ്, സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, അതുപോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിന് തുടക്കം കുറിച്ച് നടന്ന കുടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായി ഉണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. അമൃത ന്യൂസ്, തൃശൂർ.